കോട്ടയം ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന അസം സ്വദേശി കസ്റ്റഡിയിലായിരിക്കുന്നു. വീടിന്റെ പിൻവാതിൽ തകർത്താണ് ഇയാൾ അകത്ത് കയറിയതെന്നാണ് സംശയം. ക്രൈം സ്പോട്ടിൽ പ്രവീൺ പുരുഷോത്തമൻ എത്തിയിട്ടുണ്ട്. പ്രവീൺ, ഇപ്പോൾ കൊലപാതകി ഒരാൾ മാത്രമാണ് എന്നാണോ പോലീസ് പറയുന്നത്? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ അസം സ്വദേശിയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വന്നിരുന്നത്. അത് സ്ഥിരീകരിക്കുകയാണോ? ഒരാൾ മാത്രം നടത്തിയ കൊലപാതകമാണോ ഇത്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇരട്ട കൊലപാതകം നടന്ന തിരുവാതിക്കൽ എന്ന സ്ഥലത്താണ്. കോട്ടയത്തിന് സമീപമുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു റോഡ് കാണാൻ സാധിക്കും. കോട്ടയം ചങ്ങനാശ്ശേരി പ്രധാന റൂട്ടിൽ നിന്നും കുറച്ച് മാറി ഒരു ഇടറോഡിന് സമീപത്താണ് ഈ ഇരട്ട കൊലപാതകം നടന്ന വീടുള്ളത്. ആ വീടിൻ്റെ വീട്ടുപേർ നമുക്ക് കാണാം, ശ്രീ വത്സം എന്നുള്ള പേരാണ്. ഈ വലിയ വീടിനകത്ത് വെച്ചാണ് ഇരട്ട കൊലപാതകം നടന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഈ വീടിനകത്തേക്ക് ചെന്ന് വേണ്ട തെളിവെടുപ്പും ഒപ്പം തന്നെ ബാക്കിയുള്ള അന്വേഷണവുമെല്ലാം നടത്തുകയാണ്. നേരത്തെ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്ന ഒരു സൂചന വന്നിരുന്നു. പക്ഷേ പോലീസിൽ നിന്നും ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അല്പസമയത്തിനകം കോട്ടയം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ട് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന വീടിൻ്റെ മുൻവശത്തെ പ്രധാനപ്പെട്ട വാതിലാണിത്. ഇന്ന് രാവിലെ ഈ വീട്ടിലെ ജോലിക്കാരി അവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ വാതിലിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുകയായിരുന്നു. വീടിൻ്റെ പുറവശത്തു കൂടിയാണ് സാധാരണ ഈ വേലക്കാരി വീടിനകത്തേക്ക് ചെല്ലാറുള്ളത്. അവർക്കൊരു സംശയം തോന്നി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ വാതിലിന് തൊട്ട് സമീപത്തുള്ള ആ മുറിയിൽ രക്തത്തിൽ കുളിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഗൃഹനാഥൻ വിജയകുമാർ കിടക്കുന്നത് കണ്ടത്. പിന്നീട് വീടിൻ്റെ പുറവശത്ത് ചിലപ്പോൾ മറ്റൊരു മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീരയും ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു. ഇവർ ഉടനെ തന്നെ പരിസരത്തുള്ളവരെ അറിയിച്ചു. അങ്ങനെയാണ് കോട്ടയം പോലീസിലേക്കും വിവരം ചെന്നത്. പിന്നീട് കോട്ടയം പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ചില സംശയങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം വിജയകുമാറിൻ്റെയും മീരയുടെയും മകൻ ഗൗതം 2017 മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. അത് കോട്ടയത്തൊരു റെയിൽവേ ട്രാക്കിന് സമീപം കാറിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. കാറിനുള്ളിൽ നിന്നും ഒരു കത്തിയും അന്ന് മൃതദേഹത്തോടൊപ്പം കണ്ടെത്തിയിരുന്നു. പക്ഷേ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ അത് ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് എത്തിയത്. പിന്നീട് ആത്മഹത്യയല്ല, അതിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിജയകുമാറും ഭാര്യ മീരയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പിന്നീട് CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. CBI അന്വേഷണം തുടങ്ങി ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നതേ ഉള്ളൂ. അതിൻ്റെ തുടരന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വിജയകുമാറിനെയും ഒപ്പം തന്നെ മീരയെയും ഇങ്ങനെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്, ഈ വീട്ടിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി നേരത്തെ ജോലി ചെയ്തിരുന്നു. ആ ജോലിക്കാരൻ ഈ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ചത് വിജയകുമാർ കണ്ടെത്തിയിരുന്നു. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ഇയാൾ അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ തൊഴിലാളിയാണോ ഈ ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടത്തിയത് എന്നൊരു സംശയത്തിലേക്ക് പോലീസ് പോയിരുന്നു. പക്ഷേ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇതുവരെ പോയിട്ടില്ല. അതിലേക്കുള്ള സൂചനകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണം. ഒപ്പം തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും ഒപ്പം തന്നെ പണവും മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ഇരട്ടക്കൊലപാതകം നടത്തിയത് ഒരാൾ തന്നെയാണോ അതോ ഒന്നിലധികം ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി വീടിനകത്തേക്ക് കയറി ഈ രണ്ട് പേരെയും കോടാലി ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം നമുക്കറിയാം, ഇത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഒരു വലിയ വീടാണ്. ആ വീട്ടിൽ എല്ലാ ഭാഗങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അവർ പ്രാഥമികമായി കരുതിയത് CCTV ക്യാമറകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഫുട്ടേജുകൾ എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇവിടെ വന്നത്, രാത്രി ഇന്നലെ ആരൊക്കെ ഈ ഗേറ്റ് കടന്നകത്തേക്ക് പോയിട്ടുണ്ടെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ
പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നത് അതിൻ്റെ CCTV ക്യാമറ സംവിധാനത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായും സാങ്കേതിക പരിജ്ഞാനമുള്ള ഒന്നോ അതോ ഒന്നിലധികം ആളുകളോ ഇന്നലെ രാത്രി കോമ്പൗണ്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ട്. ഹാർഡ് ഡിസ്ക് ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ വീട്ടിൽ സാധാരണ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. പക്ഷേ അത് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ജോലി മാത്രമല്ല, വിജയകുമാറിൻ്റെ വിശ്വസ്തൻ കൂടിയായിരുന്നു. ഈ കാണുന്ന വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു ഔട്ട് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം പ്രായമുള്ള ആളാണ്, ചെവിക്ക് കേൾവിക്കുറവുണ്ട്, ശാരീരികമായിട്ടുള്ള പരിമിതികൾ അദ്ദേഹത്തിനുണ്ട്. സെക്യൂരിറ്റി ആണെന്ന് പറയുമ്പോൾ പോലും നാം ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വീടിൻ്റെ മുൻവശത്തുള്ള പ്രധാന ഗേറ്റിൽ ഉള്ള ഒരു കാവൽക്കാരനായിരുന്നില്ല അദ്ദേഹം. വീടിൻ്റെ പുറകുവശത്ത് ഔട്ട് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ പോലീസ് അദ്ദേഹത്തെ ആ ആളിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരെങ്കിലും വന്നതായിട്ടോ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടോ ആ സെക്യൂരിറ്റി ജീവനക്കാരന് അറിയില്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ഇവിടെ ആരൊക്കെ വന്നു എന്നത് സംബന്ധിച്ച് ഒരു രേഖ പോലും ഇപ്പോൾ പോലീസിൻ്റെ പക്കൽ ലഭിച്ചിട്ടില്ല. ചില സംശയങ്ങൾ പോലീസ് പിന്തുടരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതാരാണോ ഈ കൃത്യം നടത്തിയത് അവരിലേക്ക് തന്നെ പോലീസ് അന്വേഷണ സംഘം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ വിവിധ സംഘങ്ങളായി ഇതിനോടകം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വിജയകുമാറിന് നേരത്തെ വിദേശത്ത് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കും ഇനി വരും മണിക്കൂറുകളിൽ പോലീസ് പോകും. ഏതായാലും പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ കേവലം ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം മോഷ്ടിച്ച ഒരാളും മാത്രമോ അങ്ങനെ ഒരു പക മാത്രമായിരിക്കാം ഈ ഒരു ഇരട്ടക്കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതും അവരുടെ പരിഗണനയിലുണ്ട്. കൂടുതൽ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.